വിജയലക്ഷ്മിയുടെ സഹോദരി ഗീതയുടെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്, അത് കേൾക്കാം. ആങ്ങളെ ഇവിടെ ഉള്ള ഒരു കൊച്ചിനെ കൂട്ടി അവിടെ പോയി തിരക്കിയപ്പോ 2-3 ദിവസം കൊണ്ട് അവിടെ ആളിനെ കാണുന്നില്ല, ലൈറ്റ് ഇട്ടേക്കുവാന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊച്ചു ഞാനും കൂടെ പോയി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുത്തു. പിന്നെ വേറെ സുധീഷ് എന്ന് പറഞ്ഞ ഒരാളെ പിടിച്ചായിരുന്നു. പിടിച്ച് ചോദ്യമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അമ്പലപ്പുഴയിലുള്ള ഒരു ജയനെന്ന് പറയുന്ന ഒരുത്തനെ അവനെ പിടിച്ച് അവനെന്തോ ചെയ്ത്. ഇവിടെ എന്ത് ജോലിയായിരുന്നു? കൊച്ചു ഹാർബറിൽ പോകുമായിരുന്നു. ഹാർബറിലുള്ള ജയനെന്ന് പറയുന്നവര്. അയാൾ ഈ ഹാർബറിലുള്ളയാണോ? ഈ ഒറ്റയ്ക്കായിരുന്നോ താമസിച്ചിരുന്നത്? ഒറ്റയ്ക്കായിരുന്നു താമസിച്ചിരുന്നത്. വാടകയ്ക്കായിരുന്നോ? വാടകയ്ക്കായിരുന്നു. ഈ ഒറ്റ വരുമാനമായിരുന്നോ അവർക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നേ? ഇയാളുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് വല്ലതും നിങ്ങളോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? സഹോദരിയല്ലേ, അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടോ? അയാളുമായിട്ട് നേരത്തെ ഒരു വണ്ടി പ്രശ്നത്തിന് അയാൾ വണ്ടിയൊക്കെ കത്തിക്കാനൊക്കെ ഒരുങ്ങിയായിരുന്നു. അന്നേരം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ അയാളായിരുന്നു വണ്ടി കത്തിച്ചിരുന്നത്. അവിടെ ഒരു വണ്ടി കത്തിച്ചായിരുന്നു, അത് ആരെന്തോന്നൊന്നും അറിയത്തില്ലായിരുന്നു. അവൾ അന്ന് വള്ളികുന്നത്ത് താമസിക്കുമ്പോഴായിരുന്നു ആ വണ്ടി കത്തിച്ചത്. പുതിയ വണ്ടിയായിരുന്നു. ദിവസം വെളുപ്പിന് തീ കത്തുന്ന കണ്ടുകൊണ്ട് അവൾ ഇറങ്ങി നോക്കിയപ്പോൾ അത് കത്തുന്നത് എങ്ങനെ എന്തുവാണെന്നൊന്നും അറിഞ്ഞില്ല. ഷോർട്ടായിരിക്കും എന്ന് വിചാരിച്ച് പിന്നെ അവൾ എനിക്ക് കുഴിവേല് മുക്കിന് വന്ന് ഒരു വീടെടുത്ത് അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് വരുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ ഇതുപോലെ അവള് വെളിയിലും മൂത്രം ഒഴിക്കാനൊന്നും പറഞ്ഞ് വെളിയിൽ ഇറങ്ങിയപ്പോൾ ഇതുപോലെ ഒരു തിണ്ണയ്ക്ക് ഒരു പന്തവും പെട്രോളും ഇരിക്കുന്ന കണ്ട്. അങ്ങനെ അവൾ അവിടെ എല്ലാം നോക്കിയപ്പോൾ ആരും കണ്ടില്ല. വിജയലക്ഷ്മിയുടെ സഹോദരിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്.